ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ സ്ഥലം ഈ തിരിയുന്ന യന്ത്രൂഞ്ഞാലൊക്കെ കണ്ടിട്ട് വല്ല ഐഡിയയും കിട്ടും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? പെരിന്തൽമണ്ണ അടുത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് എല്ലാ വർഷവും പെരിന്തൽമണ്ണ വരുന്ന ഒരു എക്സ്പോ ആണ്. മലബാർ എക്സ്പോ എന്നാണ് ഇതിന്റെ പേര്. കഴിഞ്ഞ വർഷം ഇതൊരു താജ്മഹലിന്റെ മോഡലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇത് എന്തൊക്കെയോ ഒരു കടൽ ഭീകരന്മാരൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? അവിടെ ഒരു എന്താണ് ഇതിന്റെ പേര്, നീരാളിന്റെ ഒക്കെ ഒരു സംഭവം കാണുന്നില്ലേ? അതുപോലത്തെ ഒരു തീം വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അവിടെ പോവുകയാണ്. കുറേ ദിവസമായി ഇവമോൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് എക്സ്പോയിലേക്ക് പോകണം. അപ്പൊ കണ്ട അവിടെ മലബാർ എക്സ്പോ ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ വരണമെന്ന് വിചാരിച്ചല്ലായിരുന്നു. ഫൈക്കാക്കുൻ്റെ ഓഫീസിലേക്ക് പോകാൻ, പിന്നെ കുറച്ച് വേറെ പരിപാടികളൊക്കെ പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ മലബാർ എക്സ്പോക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഫൈക്കാക്കു ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഫൈക്കാക്കു, ജിജുമോന്, ഞാനും ബേബീസും. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇതാണ് എക്സ്പോൻ്റെ ഒരു ഉൾവശം എന്ന് പറഞ്ഞാൽ. ഉള്ളിലേക്ക് ഇങ്ങനെ എൻട്രൻസ് ഇങ്ങനെ കേട്ടോ, ഫുള്ള് മ്യൂസിക് ഒക്കെയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുത്തതുകൊണ്ടാണ് മ്യൂസിക് ഒന്നും കേൾക്കാത്തത്. ആക്ച്വലി ഇവിടെയൊക്കെ ഭയങ്കര മ്യൂസിക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന ബേബി എൻ്റെ മടിയിലാണ് കേട്ടോ. എൻ്റെ മടിയിലല്ല, എൻ്റെ തോളത്താണ് തൂങ്ങിയിരിക്കണം. അപ്പോൾ ഫൈക്കാക്കും ഇങ്ങനെ അവളെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല, അവൾ പോകുന്നില്ല. എനിക്കാണെങ്കിൽ അവളെടുത്ത് നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉൾവശത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പൂരത്തിന്റെ ഒക്കെ ഫീൽ ആയിട്ടോ. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രൻസിനകത്ത് തന്നെ വലിയൊരു ആനന്റെ ഒരു ബിംബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പൂരത്തിന് ആനനെ എഴുന്നള്ളിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ കൊട്ടും കരവയും അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവമോളിങ്ങനെ ആനന്റെ ഫ്രണ്ടിൽ നിന്ന് പോസ് ചെയ്യണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഭീമാകരമായ ആനയാണ്. പിന്നെ താജ്മഹലിന്റെ ഒരു കുഞ്ഞു രൂപം ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചുമ്മാ പട്ടി ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ അതിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ ജിജിമോൻ അത് വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ആ പൊട്ടൻ എന്നെ പറ്റിച്ച് കളഞ്ഞു. അവന് വീഡിയോ ആണ് ഗൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈക്കാക്കോ എന്താ തോന്നണേ എക്സ്പോ കണ്ടിട്ട്? നല്ലത് പറയണം. എന്നാ കയറല്ലേ? ഇപ്പൊ തന്നെ തുടങ്ങിയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുക. എന്നാ വേണ്ടിയിട്ടുള്ളൂ. കമോൺ വാ. ഇനി ബേബി ബാക്കിലുള്ള ഈ കുതിരക്കാരനെ നോക്കണേ. ഇവിടെ നോക്കിയൊക്കെ ബാക്കിലൊരാള്. അപ്പോൾ ഇനി ഞങ്ങൾ അണ്ടകടാഹത്തിനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇത് കണ്ടോ, എന്തൊക്കെയോ ഒരു ഡാർക്ക് പാത്ത് വേ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയോ, വളരെ ക്രിയാത്മകമായി. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ തൊട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ്. അത് ക്ലോത്ത് മീൻസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. അത് വെച്ചിട്ടാണ് ഒരു ഇത്ര മനോഹരമായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ വ്ളോഗാകുമ്പോൾ കുറച്ചൊക്കെ എൻ്റെ ഫേസും കാണണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ക്യാമറ ഇങ്ങനെ തിരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ നിങ്ങൾ പുറത്ത് കണ്ടില്ലേ ഒരു നീരാളി. അതിൻ്റെ ബാക്കി കുടുംബക്കാരാണ് ഇതിനകത്ത് മുഴുവൻ ഉള്ളത് കേട്ടോ. കുറേ മീനുകളുണ്ട്. ഇപ്രാവശ്യത്തെ എക്സ്പോന്റെ സ്പെഷ്യൽ മീനുകളാണ് കേട്ടോ. മീനുകളെ കൊണ്ട് ഒരു ആറാട്ടാണ്, ഒരു 5-6 കളിയാണെന്ന് പറയില്ല, അതാണ് അവസ്ഥ. ഇവ എന്നെ തൊട്ട് നിൽക്കുക, ഇവിടെ തൊട്ട് നിന്ന്. അപ്പൊ ഗായ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള മീൻ കുട്ടികളുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. കറുത്തത്, വെളുത്തത്, ചോന്നത്, പച്ച, നീല, മഞ്ഞ, റോസ് എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ കളറിൽ മീനുകൾ. വലുത്, ചെറുത്, മീഡിയം, അങ്ങനെ പല സൈസിലുള്ള മീനുകളുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയില്ല, ഒരു കുടുംബത്തിന്റെ ഒരു തറവാടനെ ഉണ്ട് അതിനകത്ത്. ചെറിയ കുഞ്ഞു മീനുകളാണ് ഈ കാണുന്നതൊക്കെ. പല കളേഴ്സിലുള്ള മീനുകൾ, നമ്മളെ വീട്ടിലൊക്കെ അക്വാറിയത്തിലൊക്കെ വെക്കൂലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് മീനുകളാണ് കേട്ടോ. ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. ഗോൾഡൻ ഫിഷ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ. ഇത് നമ്മുടെ കരിമുട്ടന്മാരാണ്, കരിമുട്ടൻ മീനുകൾ. ഞങ്ങൾ കരിമീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് മീനുകളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ജിജു എന്തൊക്കെയോ ക്ലോസ് എക്സാമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അവനെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ കാര്യമായിട്ട് എന്തോ ചെയ്യാണ്. അപ്പം അതാണ്. ഇതെന്താണെന്ന് പറയുക, ഇത് മീനുകളുടെ വേറൊരു സംഭവമാണ്. ഇത് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടോ. അങ്ങനെ മണലിങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു രസമുള്ളൊരു സംഭവം. മീനുകളെ വിചാരം ഒരു കടലിലാണ് ആറമാദിച്ചുകൊണ്ടിരിക്കുക. പൊട്ടന്മാരെ അവർക്കറിയില്ലല്ലോ അക്വാറിയത്തിനകത്താണ്. ഇന ബേബി ആണെങ്കിലോ മീനുകളൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എട്ടി
ഉണ്ടോ മീന്? ആശ ഉണ്ടോ? അതാണ് ഗേസ് ജിജിമോന്റെ പട്ടി ഷോ. ഓനിങ്ങനെ എന്താണ് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പാടുന്ന പോലെ ലിപ്സിങ്കിങ് ഒക്കെ കറക്റ്റ് ആക്കാൻ നോക്കും. പക്ഷെ വരി തെറ്റിപ്പോയി. പിന്നെ ഇവമോളെ കൂടെ കുറെ ഡാൻസ് ഒക്കെ കളിച്ചു. ആളൊന്ന് ഫുള്ള് ചില്ലാണ്. കാരണം എന്താ പറയുക, ഓൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എക്സ്പോ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം അതിങ്ങനെ എന്തൊക്കെയോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഐറ്റം മീനുകൾ കാണാം. അവന്റെ പട്ടി ഷോ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മീനുകളെ കാണാം. ഇതാണ് ഒരു ഹലാക്കിന്റെ അൽക്കൗലത്ത് മീൻ എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു മീനാണ്. ഇതിന്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ ആകെ എന്തൊക്കെയോ പോലെ. ഇതിനകത്ത് ആകെ 2 ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇടിച്ചു ചാവും. അങ്ങനത്തെ സൈസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആകെ എക്സൈറ്റഡ് ആണ്. Welcome to the Pet Park at Malabar Expo. Come on. മീനുകൾ എടുത്ത് മതിയായപ്പോ ഞാൻ തൽക്കാലം നിർത്തി. അത് മാത്രമല്ല കേട്ടോ, ഇനി കുറേ ഐറ്റംസ് മീനുകളുണ്ട്, ഞാൻ എല്ലാവരും ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇനി നെക്സ്റ്റ് പ്രവേശിച്ചത് പെറ്റ്സ് വേൾഡിലേക്കാണ് കേട്ടോ. പെറ്റ്സ് വേൾഡ് നല്ല രസമുണ്ട്. കുറേ പക്ഷികളുണ്ട്. മീനുകളെ കണ്ട വെറൈറ്റി. അതേപോലെ തന്നെ ഈ കോഴിനൊക്കെ കണ്ടോ ഗൈസ്, എന്ത് കോഴിയാണ്. ആ കോഴിനെ കണ്ടാൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഓരോ കോഴികൾ നല്ല രസമുണ്ട് കേട്ടോ. ആ കോഴിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഒരു കമൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിരുന്നുകാരല്ല ഇവിടെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട്, ഏകദേശം ഒരു മാസമായിട്ടുള്ള. ഇത് കണ്ട നമ്മുടെ എന്താണ് പൂച്ചാശാനാണ് കേട്ടോ. പിന്നെ ഇതാ കോഴി തന്നെയാണ്, അല്ല കോഴിയല്ല ഗൈസ്, ഇത് വേറെ എന്തോ ഒരു പക്ഷിയാണ്. കുറേ ഐറ്റംസ് പക്ഷികളുണ്ട് ഇവിടെ. അത്ര എനിക്ക് പറയാനുള്ളത്. ഇറ്റാൾക്ക് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, കാരണം അറിയില്ല. ഒരു വെള്ള എലി, ഇത് മുള്ളപ്പന്നിയല്ലേ? ഇത് ജിജോ, ഇത് മുള്ളപ്പന്നിയാ? അപ്പിട്ടിങ്ങനെ നിറച്ച് അണ്ണാറക്കണ്ണൻ ചുരുണ്ട് മുന്നിൽ കിടക്കുക. വെള്ളലിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് വെള്ളലി, വൈറ്റ് കളർ എലി. എന്തായാലും വെള്ള എലി, വെള്ള മുള്ളം പന്നി, അങ്ങനെ കുറേ ഐറ്റംസിനെ കണ്ടു. ഇതൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയയാണ്, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഫൈക്കാക്കുന്നെ ഇങ്ങനെ വലിക്കും, എന്താണൊക്കെ ഒരു സൈഡ് വലിവ് എന്ന് ചോദിച്ചാൽ എന്നെ ഇങ്ങനെ നേരെ വലിച്ചുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, എന്ത് കണ്ടു കഴിഞ്ഞാലൊക്കെ വാങ്ങേണ്ടി വരും. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബുക്കാണ് കേട്ടോ, പെയിൻറ്റിങ്. ഇതിലിങ്ങനെ അവർ കളർ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടാണ്ട് വടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും, വീണ്ടും പെയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. കുറേ ഐറ്റംസ് പെൺകുട്ടികളെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവാന്ന് പറയല്ലോ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ ഈ എക്സ്പോക്ക് പോയവരുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞാൽ സന്തോഷമാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്സ്, അത് ഇത് മറ്റേ മറിച്ചത്, മാല, കമ്മൽ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് പിന്നെ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത് പോയത് പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. കുറേ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവമോള് കുറേ സമയമായി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ആ ഒരു ബലൂണ് പോലെ ചാടി മുകളിലേക്ക് കയറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറണമെന്ന്. അപ്പൊ അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടർ തെരഞ്ഞിട്ടാണ് ഈ തേരാപാര നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കയ്യിലാണെങ്കിൽ 5 കാശില്ല. കാശ് നമ്മൾ ഇപ്പം ഫുള്ള് നമ്മൾ ഗൂഗിൾ പേ ആയതുകൊണ്ട് തന്നെ കയ്യിൽ വല്ലാണ്ട് കാശ് വെക്കാറില്ല. അപ്പോൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൗണ്ടർ തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അവർ കാശ് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ അവർ ക്യാഷ് ഇൻ ഹാൻഡ് തരും. അത് വെച്ചിട്ട് നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നടക്കാട്ടോ. ഇവിടെ അതിനകത്ത് കരിമ്പ് ജ്യൂസിൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ പോപ്കോൺ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഹലുവ, ഇത് ബാജി ജൂജു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞങ്ങൾ പിന്നെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്.
വന്നത്, അതുകൊണ്ട് തന്നെ ആ സൈഡിലേക്കൊന്നും വല്ലാതെ പോയില്ല. അല്ലാന്നുണ്ടെങ്കിൽ കാണായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസയൊക്കെ കിട്ടി. പിന്നെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് വേണം കളി. ഞങ്ങളെ ഫസ്റ്റ് റൈഡ് പോവാണ് കേട്ടോ. തീവണ്ടിയിലാണ് ബേബി. എവിടെയാണ്? ഞങ്ങൾ തീവണ്ടിയിലാണ്. തീവണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും കയറിയത് ഈ തീവണ്ടിക്കകത്തായിരുന്നു. ആ തീവണ്ടി എങ്ങനെ പോകും, വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഇവമോളം കൊണ്ട് പറ്റിയൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ തീവണ്ടിയിൽ കയറി. പക്ഷെ അപ്പോഴും ഇവമോൾക്ക് ആ ഒരു കണ്ടോ ഈ ബലൂണിന്റെ ഈ ഒരു സംഭവത്തിൽ കയറാം. അവൾ ഇങ്ങനെ ചാടി കളിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ അവസാനം ടിക്കറ്റ് ഒക്കെ എടുത്ത് അവളെ അതിനകത്ത് കൊണ്ടുപോയി. ആക്ച്വലി ഞങ്ങൾ ആ 2 റൈഡ്സിൽ മാത്രമേ കയറുള്ളൂ. ഞാൻ ഇവമോളും അതിനകത്തും, അതുപോലെ തന്നെ ഇവമോൾ ഇതിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇവമോൾ ഇറങ്ങണ്ടേ. ഫുൾ അതിനകത്ത് തന്നെ ഇരുന്ന് കളിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കുറെ ടയേർഡായപ്പോൾ അവിടെ പോയി അങ്ങോട്ട് ഇരുന്ന്. പിന്നെ ഫൈക്കാക്കും ജിജും അവൾ ഇങ്ങനെ കളിക്കണ നോക്കിക്കൊണ്ടിരിക്കുക. അവൾ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആകെ വിയർത്തിങ്ങോട്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവൾക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ല. പിന്നെ ഫൈക്കാക്കും അവസാനം പിടിച്ചിറക്കി കൊണ്ടുവരാൻ ചെയ്ത കേട്ടോ. ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനബേബിനെയും വെച്ച് കൊടുത്താലോ. പക്ഷെ പിന്നെ അവളെ വേഗത്തിൽ കൂടെ വേറെ കുട്ടികളെ പോയി ഉരുണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സീനാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് പിന്നെ സ്വയം രക്ഷയ്ക്കുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവമോളൊക്കെ ആണെങ്കിൽ ഉരുണ്ട് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടൊരു ഉരുളായി കഴിഞ്ഞാൽ അത് സമാസമായി. പക്ഷെ ഇനബേബി അങ്ങനെയല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ അപ്പം എന്തായാലും യുവമോൾ അവളുടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെപ്പോഴാണ് തീരുക എന്നുള്ളത് യാതൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ തേരാപാര അതിലൊക്കെ നടന്നു. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുത്ത് ക്ഷീണിച്ച് അവിടെ പോയിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു പോകുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു എക്സിറ്റ്. അപ്പോഴാണ് ഗൈസ് ഇവമോള് കരച്ചിൽ തുടങ്ങിയത്. അവൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. പപ്പ പറഞ്ഞതല്ലായിരുന്നോ പോകുമ്പോൾ വാങ്ങിച്ചനാന്ന്. ഞാൻ വിചാരിച്ചു അവൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ അവൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയപ്പോഴും അവളെ കരച്ചിൽ നിൽക്കാഞ്ഞപ്പോൾ അവസാനം എന്ത് ചെയ്തു എന്നറിയോ, ജിജു പോയിട്ട് അവർക്ക് 2 പേർക്കും ഓരോ ഹെയർ ബാൻഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടോ. ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം, അവർ വരുന്നത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ കഥകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്പോക്ക് പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.